അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നാട്ടിൽ വന്നത്, മകന്റെ ചികിത്സയ്ക്കായി. മലക്കം മറിഞ്ഞ് തൻവി സുധീർ. കാനഡയിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരാൻ കാരണം അമ്മൂമ്മ മാത്രമല്ല മകന്റെ ചികിത്സയ്ക്ക് കൂടിയാണെന്ന് വെളിപ്പെടുത്തി തൻവി സുധീർ. മകന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിന്റെ ചികിത്സ കാനഡയിൽ സാധ്യമാകില്ലെന്ന് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് നാട്ടിലേക്ക് വന്നതെന്നും തൻവി പറയുന്നു. ജോലി വിട്ട് നാട്ടിലേക്ക് വന്നത് അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയാണെന്ന തൻവിയുടെ വീഡിയോ വലിയ വിവാദമായി മാറിയിരുന്നു. സിന്ധു കൃഷ്ണയും ഭർത്താവും മക്കളും അമ്മൂമ്മയെ നോക്കുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് വിഷയത്തിൽ വിശദീകരണവുമായി അഹാനയും രംഗത്തെത്തി. ഇതിനിടയിലാണ് വിഷയത്തിൽ പുതിയ വീഡിയോയുമായി തൻവി എത്തുന്നത്. ആരും ഫോൺ വിളിക്കാനില്ലെന്ന് അമ്മൂമ്മ പറഞ്ഞതിന് കാരണം തന്നെ വിഷമിപ്പിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നുവെന്നും ആരും കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നും തൻവി പറഞ്ഞു. അമ്മൂമ്മയുടെ വിഷമം കണ്ടതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് എല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ആരെന്ത് ചെയ്തു കൊടുത്താലും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഈ ലോകത്തെ എന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് അവർ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ഞാൻ എല്ലാം തിരിച്ചു ചെയ്തു കൊടുക്കുന്നതും. ആരും ഫോൺ വിളിക്കാനില്ലെന്ന് അമ്മൂമ്മ പറഞ്ഞതിന് കാരണം എന്നെ വിഷമിപ്പിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നു. പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാനഡയ്ക്ക് പോകും മുമ്പ് ഞാനും അമ്മൂമ്മയും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്. കാനഡയിൽ ഞാൻ കെയർ ഹോമിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരെയാണ് പരിപാലിച്ചിരുന്നത്. അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് അമ്മൂമ്മയുടെ ആവശ്യങ്ങളും അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളും അത്ര വലുതല്ലെന്ന് മനസ്സിലായത്. അമ്മൂമ്മ പറഞ്ഞത് ചെറിയ കാര്യങ്ങളാണ്. എന്നിട്ടാണോ ഈ കാര്യങ്ങളുടെ പേരിൽ ഞാൻ വഴക്ക് കൂടിയതെന്ന് തോന്നിയിട്ടുണ്ട്. അമ്മൂമ്മയും അപ്പൂപ്പനും അവർക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് തരൂ. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശം എനിക്കില്ലായിരുന്നു. അമ്മൂമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പറ്റുന്ന തുകയാണ് ഞാൻ അയച്ചു കൊടുത്തിരുന്നത്. എല്ലാ ചിലവും എന്നെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ബാക്കി ചിലവുകൾ സിന്ധു അമ്മയൊക്കെയാണ് നോക്കുന്നത്. ഞാൻ നാട്ടിലേക്ക് വന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്റെ മൂത്ത മകൻ ലിയാന് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവന്റെ പേരിലാണ് പണ്ട് ഞാനും യോജിയും തമ്മിൽ പ്രശ്നമായതും. കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങൾ മോനുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഞാനും യോജിയും വീണ്ടും ഒരുമിച്ചത്. അവന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. പക്ഷേ എല്ലാത്തിനും ചികിത്സ ലഭിക്കണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കണം. അവന്റെ 2-3 ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് 18 മാസത്തോളമായി. ലിയാന് വേണ്ടി ഞാൻ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. അവന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. സിന്ധുവിന്റെ സഹോദരി സിമിയുടെ മകളാണ് 27-കാരി തൻവി. പഠനത്തിനായി തൻവി കാനഡയിലെത്തിയത്. പിന്നെ അവിടെ തന്നെ ജോലി നേടി 20കളിൽ തന്നെ വിവാഹിതയാവുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ തൻവി ഗർഭിണിയായെങ്കിലും ഭർത്താവിന്റെ ബന്ധുക്കളോ തൻവിയെ സഹായിക്കാനില്ലായിരുന്നു. ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകളെല്ലാം തൻവി ഒറ്റയ്ക്കാണ് നേരിട്ടത്. ഗർഭകാലത്തെ എല്ലാവിധ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്ത തൻവി പ്രസവം കഴിഞ്ഞ് 10ാം നാൾ മുതൽ ജോലിക്ക് പോയി തുടങ്ങി. മകന് 3 വയസ്സായതിനു ശേഷമാണ് ഭർത്താവ് യോജി മകനെ കാണാനെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മകൻ ലിയോന്റെ എല്ലാ കാര്യങ്ങളും തൻവിയാണ് നോക്കുന്നതും അവനെ സംരക്ഷിക്കുന്നതും. ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ തൻവി വിവാഹമോചനത്തിനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് യോജിയുമായി തൻവി വീണ്ടും ഒന്നിച്ചത്.